ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ഇതൊരു നോൺ വെജ് റെസിപ്പിയാണ്. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നോൺ വെജ് റെസിപ്പീസൊക്കെ ഇട്ടിട്ട് താറാവ് റോസ്റ്റാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. താറാവ് റോസ്റ്റ് റെസിപ്പി നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതാണ്. അതിൽ നല്ല വ്യത്യസ്തമായിട്ട് തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും ചോറിൻ്റെ കൂടെയാണെങ്കിലും ബ്രെഡിൻ്റെ കൂടെയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സാരൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 1 കിലോ താറാവാണ് എടുത്തിരിക്കുന്നത്. താറാവ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് മീഡിയം കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. മാരിനേറ്റ് ചെയ്തെടുത്ത താറാവ് കുറച്ച് സമയം മാറ്റി വെക്കണം. 1/2 മണിക്കൂറെങ്കിലും മാറ്റി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഉപ്പെല്ലാം അതിൽ നല്ലതുപോലെ പിടിച്ച് കിട്ടും. ഇനി ഇതിനായിട്ട് വേണ്ടത് 15 അല്ലി ചെറിയ ഉള്ളി, 4 പച്ചമുളക്, 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറ് മൂടി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. കൂടുതൽ അരഞ്ഞു പോകരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. കറിക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളാണിത്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മൾ വളരെ കുറച്ച് ഇതിനായിട്ട് എടുക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. മസാലപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് കുതിർത്ത് വെക്കണം. നമ്മൾ കുതിർത്ത് വെച്ചിട്ട് എണ്ണയിലിട്ട് വഴറ്റുമ്പോഴത്തേക്കും പൊടികളൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകില്ല. വെള്ളം ഒഴിച്ച് നല്ലപോലെ കുതിർത്തെടുത്തതിന് ശേഷം ഇത് മാറ്റി വെക്കാം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നല്ലതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേണ്ട തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് നല്ല കട്ടിയുള്ള 1-ാം പാലും 1 കപ്പ് കട്ടി കുറഞ്ഞ 2-ാം പാലും എടുത്തിരിക്കുന്നത്. 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. ഇത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് കനം കുറച്ച് തന്നെ അരിയാൻ ശ്രദ്ധിക്കുക. താറാവ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. താറാവ് വറുത്തെടുക്കാനായിട്ട് കൂടുതൽ എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. താറാവ് ഇടുമ്പോൾ അതിൽ നിന്ന് തന്നെ അതിൻ്റെ നെയ്യൊക്കെ ഉരുകി വരും. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന താറാവ് കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കാം. താറാവ് കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. താറാവ് കഷ്ണങ്ങൾ ഇട്ട് ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും കുറച്ച് സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വറുത്തെടുക്കണം. താറാവിൻ്റെ 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരൊന്ന് വറുത്തെടുക്കണം. കൂടുതൽ ഹാർഡായി പോകരുത്. ഇപ്പോൾ താറാവിൻ്റെ 2 സൈഡും മൂത്തൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. താറാവ് വറുത്തെടുക്കാനായിട്ട് നമ്മൾ ആകെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഓയിൽ താറാവിൻ്റെ അകത്ത് നെയ്യ് ഉരുകി വന്നിട്ടുള്ളതാണ്. റെഡിയായ താറാവ് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. താറാവ് വറുത്തെടുത്ത ബാക്കി എണ്ണയിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയും ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നവർ വറുത്തെടുക്കണം. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. പ്രത്യേകം ശ്രദ്ധിക്കണം, സവാള ഒട്ടും കരിഞ്ഞു പോകരുത്. ഈ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാം. കുക്കർ ചൂടാകുമ്പോഴേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുമ്പോഴേക്ക് ഒരു തണ്ട് കറിവേപ്പിലയിട്ട് മൂപ്പിക്കണം. കറിവേപ്പില മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇവ ചേർത്ത് 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ സവാള വഴറ്റി കഴിഞ്ഞ് ബാക്കി വന്ന വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതിൽ പച്ചമണം മാറി വരുന്നവരൊന്നും നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം. മസാല ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം നല്ലപോലെ വഴറ്റി കൊടുക്കണം. മസാലയുടെ പച്ചമണം മാറി വരണം. ഇപ്പോൾ മസാലയെല്ലാം നല്ലതുപോലെ മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന താറാവും കൂടെ ചേർത്ത് കൊടുക്കാം. താറാവ് ചേർത്ത് കഴിഞ്ഞ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം താറാവിൽ പിടിക്കുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് പകുതി ഭാഗം ചേർത്ത് കൊടുക്കാം. ബാക്കി പകുതി അവസാനം ചേർക്കാൻ വേണ്ടി മാറ്റി വെക്കണം.
സവാള ചേർത്ത് കഴിഞ്ഞാൽ നല്ലത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് 1 കപ്പ് രണ്ടാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ പാകത്തിന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ചേർത്ത് കഴിഞ്ഞ് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞ് ഇപ്പോൾ കറി നല്ലപോലെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുക്കർ മൂടി ഇത് പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം. താറാവിൻ്റെ കുക്കിംഗ് ടൈം നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ചില താറാവ് കുക്കായിട്ട് വരാനായിട്ട് കുറച്ച് സമയം കൂടുതലെടുക്കും, ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന താറാവിൻ്റെ പാകം നോക്കി കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ ചെയ്യുന്നത് ഒരു 3 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിടും. പിന്നീട് തുറന്ന് നോക്കിയിട്ട് കുക്കായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കുക്ക് ചെയ്തെടുക്കും. സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന താറാവ് കുറച്ച് വേവ് കൂടുതലുള്ള താറാവായിരുന്നു. അതുകൊണ്ട് എനിക്ക് 5 വിസിൽ വരെ കുക്ക് ചെയ്യേണ്ടി വന്നു. വേവ് കുറഞ്ഞ താറാവൊക്കെ ആണെങ്കിൽ ഒരു 3 വിസിൽ കൊണ്ടൊക്കെ കുക്കായിട്ട് കിട്ടും. താറാവ് നല്ല പാകത്തിന് കുക്കായി, ഗ്രേവിയെല്ലാം നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. വീണ്ടും സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണം. താറാവ് റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനാഗിരി ചേർത്ത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കണം. അവസാനം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പാല് ചേർത്ത് നല്ലപോലെ തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. റെഡിയായ കറിയുടെ മുകളിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റിയുമായ താറാവ് തേങ്ങാപ്പാൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.